പാലക്കാട്ടെ CPM BJP ഡീൽ ആരോപണത്തിൽ മുഖ്യമന്ത്രി മറുപടി നൽകിയാണ്. ഡീൽ ആരോപണം തന്നെ മറ്റൊരു ഡീലിന്റെ ഭാഗമാണ്. BJPയുടെ ബി ടീമായി പ്രവർത്തിക്കുകയാണ് കോൺഗ്രസ് എന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. മാതൃഭൂമി ന്യൂസിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഈ പ്രതികരണം. ഇന്നിപ്പോ വന്ന ഒരു കാര്യം, കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് വന്ന ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം BJPയും CPMും തമ്മിൽ പാലക്കാട് ഡീലാണ് എന്നുള്ളതാണ്. അവിടെ ഒരു ദുർബലനായ സ്ഥാനാർത്ഥിയെ നിർത്തിയത് BJPയെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുന്ന ആരോപണം. അങ്ങനെ ഒരു ഡീലുണ്ടോ? പാലക്കാട് നിർത്തിയ സ്ഥാനാർത്ഥി നല്ല രീതിയിൽ വോട്ട് സമ്പാദിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥിയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ലഭിച്ചതിനേക്കാളും കൂടുതൽ വോട്ട് ലഭിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതേസമയം നല്ല നിലക്ക് ജയിച്ചു വരാനും കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിന് ഉതകുന്ന സ്ഥാനാർത്ഥിയാണ് അവിടെ നിർത്തിയിട്ടുള്ളത്. ഒരു തരത്തിലും ഇവിടെ പുറകോട്ട് പോകുന്ന പ്രശ്നമുണ്ടാകില്ല. നേരത്തെ പുറകോട്ട് പോയിരുന്നു. അത് നല്ല രീതിയിൽ പരിഹരിച്ച് മുന്നോട്ട് വരാൻ കഴിയുമെന്നാണ് തോന്നുന്നത്. ഡീൽ ആരോപിക്കുന്നത് അതുതന്നെ ഒരു ഡീലിൻ്റെ ഭാഗമാണ്. ചെയ്യാൻ പോകുന്ന ഡീലിനുള്ള മുൻകൂർ ജാമ്യം തേടലാണ് സംഭവിച്ചിട്ടുള്ളത്. കേരളത്തിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, തെരഞ്ഞെടുപ്പുകളിൽ ഡീൽ ഉറപ്പിച്ചിട്ടുള്ളത് കോൺഗ്രസ്സാണ്. കോൺഗ്രസും BJPയും ലീഗും ചേർന്നാണ് എല്ലാ ഘട്ടത്തിലും ഡീലുകൾ ഉറപ്പിച്ചിട്ടുള്ളത്. അതിനവർക്ക് ഒന്നും തടസ്സമായിട്ടില്ല. BJPയുമായി കൂട്ടുചേരുന്നതിന് ഒരു തടസ്സവും ഉണ്ടായിട്ടില്ല. നേരത്തെ കോലീബി സഖ്യം ആദ്യത്തെ വടകര പാർലമെൻറ്റ് സീറ്റിലും ബേപ്പൂർ അസംബ്ലി സീറ്റിലും ഒരുക്കിയത് ഇതേ ആലോചനക്കാരാണ്. അന്ന് കുറേ വർഷങ്ങൾക്ക് മുൻപാണെങ്കിലും ആ സ്ഥിതി പിന്നീടും കേരളത്തിൽ തുറന്നിട്ടുണ്ട്. പല ഘട്ടങ്ങളിലായി പല വിധത്തിലുള്ള കൂട്ടുചേരലുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെടുത്താൽ പലയിടങ്ങളിലും ഇവർ തമ്മിൽ യോജിച്ച ഭരണം നടക്കുന്നുണ്ട്. അപ്പോൾ BJPയുമായി ആവശ്യാനുസരണം കൂട്ടുചേരുന്നതിനൊരു പ്രയാസമില്ല. BJPക്ക് ഏതെങ്കിലും തരത്തിൽ ചില സീറ്റുകൾ കേരളത്തിൽ നേടാൻ കഴിയുമോ എന്ന ആലോചനയുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അക്കാര്യത്തിൽ സഹായം ചെയ്തുകൊണ്ട് കാര്യങ്ങൾ നീക്കാൻ കോൺഗ്രസും ലീഗും തയ്യാറാകാൻ പോവുകയാണോ എന്നാണ് ഈ ആരോപണം കേൾക്കുമ്പോൾ ശങ്കിക്കേണ്ടത്. ഡീൽ ആരോപണത്തിലുള്ള മറുപടിയാണ് മുഖ്യമന്ത്രി നൽകിയത്. മാർഷൽ V. സെബാസ്റ്റ്യൻ ഉണ്ട്. മാർഷൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളായി വീണ്ടും അത് സജീവമായിക്കൊണ്ടിരിക്കുന്നു. ശോഭാ സുരേന്ദ്രൻ്റെ ഒരു പ്രതികരണം വന്നത് BJPക്ക് ജനങ്ങളുമായിട്ടാണ് ഡീൽ എന്നതാണ്. അപ്പോൾ ഈ ഡീൽ ആരോപണം ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ സജീവമായി തുടരുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. റിസൾട്ട് വന്നതിന് ശേഷം ആ റിസൾട്ട് എങ്ങനെയായിരിക്കും എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി ഡീൽ ആരോപണത്തിന് കുറച്ചുകൂടി ആയുസ് കാണാനുള്ള സാധ്യതയുമുണ്ട്. ഡീലാരോപണം പൂർണ്ണമായിട്ടും മുഖ്യമന്ത്രി നിഷേധിക്കുകയാണ് എന്ന് മാത്രമല്ല, മുൻകാലത്ത് കോലീബി സഖ്യം ഉൾപ്പെടെയുള്ള ഡീലുകൾ നടത്തിയിട്ടുള്ള മുന്നണിയാണ് കോൺഗ്രസ്, ലീഗ്, BJP എന്നുള്ള ആരോപണം അദ്ദേഹം അതിശക്തമായി തന്നെ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നു. എന്ന് മാത്രമല്ല, BJPയോടൊരു മൃദു സമീപനമാണോ സർക്കാർ സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ CPM സ്വീകരിക്കുന്ന ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ മറുപടി, ദുരന്തമുണ്ടായ സമയത്ത് പോലും ഇത്രയും MP-മാരുണ്ടായ കോൺഗ്രസ് BJPയെ വിമർശിക്കാനോ പാർലമെൻറ്റിൽ അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയോ തയ്യാറായിട്ടില്ല. അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാമല്ലോ ആരാണ് BJPയോട് ഒരു ബി ടീമായി പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നത് എന്ന്. അത് ദേശീയ തലത്തിലായാലും സംസ്ഥാന തലത്തിലായാലും ഇപ്പോൾ കോൺഗ്രസ് ആണ് അത്തരം ഒരു ഡീലുമായി മുന്നോട്ട് നിൽക്കുന്നുള്ളൊരു ആക്ഷേപമാണ് അദ്ദേഹം പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത്. എന്ന് മാത്രമല്ല, BJPയുടെ സഖ്യകക്ഷി അല്ലെങ്കിൽ BJPയുമായിട്ടൊരു വോട്ട് സഖ്യം ഉണ്ടാക്കുന്നുണ്ടോ കോൺഗ്രസ് അല്ല CPM എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം പൂർണ്ണമായും നിഷേധിക്കുകയും ചെയ്യുന്നു. ഇത് മാത്രമല്ല, അരമണിക്കൂർ അഭിമുഖത്തിൽ അദ്ദേഹം പ്രധാനമായും മുന്നോട്ട് വെക്കുന്ന കാര്യം, ഈ സർക്കാർ ഒരു വികസിതമായ നടപടികൾ നടപ്പാക്കിയിട്ടുള്ള സർക്കാരാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 2 തവണയും 10 വർഷം വലിയ വലിയ പ്രതിസന്ധികൾ നേരിടുമ്പോൾ അതിനെ ജനം ഒപ്പം നിന്നുകൊണ്ട് അതിനെയെല്ലാം മറികടന്ന് മുന്നോട്ട് പോകാൻ വേണ്ടി സർക്കാരിന് സാധിച്ചു. കേന്ദ്രത്തിൻ്റെ സഹായം ഉണ്ടായില്ല, എന്നിട്ടും വലിയ വികസന പദ്ധതികളുമായി മുന്നോട്ട് പോകാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് ജനത്തിന് LDFിനോടുള്ള പിന്തുണ എന്ന് അദ്ദേഹം പറയുന്നു. അതുകൊണ്ട് തന്നെ വലിയ വിജയം നേടാൻ സാധിക്കും, അത് വികസനമാണ് പ്രധാനപ്പെട്ട അജണ്ട എന്നാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ ന്യൂനപക്ഷം ഉൾപ്പെടെയുള്ളവർ വിട്ടുപോകുക അല്ലെങ്കിൽ ന്യൂനപക്ഷം ഉൾപ്പെടെയുള്ളവരുടെ ഒരു അകൽച്ച ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം പറയുന്നത്, പ്രധാനമായും പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുന്നതിനെതിരെയുള്ള CPMൻ്റെയും LDFിൻ്റെയും പ്രവർത്തനം, അത് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഒരു നേറ്റിവിറ്റി കാർഡ് വരെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചു. അതുകൊണ്ട് തന്നെ ആരെങ്കിലും എന്തെങ്കിലും ഒരു പ്രചരണം നടത്തുമ്പോൾ, വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്ന പ്രചരണത്തിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രി കൂടെ നിൽക്കുന്നു എന്ന് പറയുന്ന തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ ഏകപക്ഷീയമായിട്ടുള്ള പ്രചരണമാണ്. അദ്ദേഹം പറയുന്നത് വെള്ളാപ്പള്ളി
നടേശൻ എന്ന് പറയുന്ന വ്യക്തി നടത്തിയിട്ടുള്ള പരാമർശം മുസ്ലിം സമുദായത്തിനെതിരെയല്ല, മുസ്ലിം ലീഗിനെതിരെ മാത്രമാണ്. അതുകൊണ്ടാണ് 2016 പോലെ അദ്ദേഹത്തെ വിമർശിക്കാൻ താൻ തയ്യാറാകാതിരുന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം തന്നെ അന്ന് മറുപടി നൽകിയിട്ടുണ്ട്. ഇന്ന് ആരെങ്കിലുമൊക്കെ പ്രചരിപ്പിക്കുന്ന ഒരു മർമറിംഗ് ക്യാമ്പയിൻ്റെ ഒപ്പം നിൽക്കേണ്ട കാര്യമില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം CPM ഉൾപ്പെടെ LDFിലെ പാർട്ടികളിൽ വന്നിട്ടുള്ള ഒരു മാറ്റത്തെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അത് ജി സുധാകരൻ അല്ലെങ്കിൽ TK ഗോവിന്ദൻ തുടങ്ങിയിട്ടുള്ള മുതിർന്ന CPM നേതാക്കൾ ഒരു അധികാരമോഹത്തിൽ, പാർലമെന്ററി വ്യാമോഹത്തിന് അടിമപ്പെട്ടുകൊണ്ട് പാർട്ടിക്കെതിരെയും അല്ലെങ്കിൽ മുന്നണിക്കെതിരെയും തിരിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ച് പഠിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. CPM അതിനെ വളരെ ഗൗരവമായി തന്നെ കാണുന്നു എന്നുകൂടി അദ്ദേഹം സൂചിപ്പിക്കുന്നു. ചുരുക്കത്തിൽ ജി സുധാകരൻ നേരത്തെ തന്നെ ഇത്തരം കാര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കമാണ് നടത്തിയെന്നുള്ള ഒരു ആരോപണം കൂടി അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല LDF വൻ വിജയത്തോടുകൂടി ജയിക്കും. ഇതിനെയെല്ലാം ജനങ്ങൾ തിരിച്ചറിയുമെന്നാണ് അദ്ദേഹം പ്രധാനമായും സൂചിപ്പിക്കുന്നത്. ശരി. എന്തായാലും പാലക്കാടടക്കം ഡീൽ ആരോപണം എന്നതിനെ തള്ളുകയാണ് പൂർണ്ണമായും മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒപ്പം തന്നെ ജി സുധാകരൻ അടക്കമുള്ളവരുടെ വിമത നീക്കം, വഞ്ചകർക്കൊപ്പം ആളുകൾ പോകില്ല എന്ന ആത്മവിശ്വാസമാണ് മുഖ്യമന്ത്രി പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത്. അല്പം മുൻപാണ് അരമണിക്കൂർ നീണ്ട പ്രത്യേക അഭിമുഖം മാതൃഭൂമി ന്യൂസുമായി രാജീവ് ദേവരാജുമായി മുഖ്യമന്ത്രി തന്റെ നിലവിലെ സാഹചര്യങ്ങൾ, രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ വ്യക്തമാക്കിയത്.